ആദ്യം നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടാണല്ലോ ഇന്നലെ വലിയ തീപിടുത്തമുണ്ടായത്. കോഴിക്കോട്ടെ ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിലേക്ക് തീപിടിച്ചുള്ള അപകടങ്ങൾ ഒരുപാട് നടന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോഴും അവിടെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. പാർക്കിംഗ്, വഴി എന്നിവിടങ്ങളിൽ ചരക്കിറക്കരുതെന്ന നിർദ്ദേശം കാറ്റിൽ പറത്തി. അനധികൃത നിർമ്മാണങ്ങൾ ഉടൻ പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇപ്പോഴും അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നതാണ് മിഠായി തെരുവിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. മിഠായി തെരുവ് കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സാനിയോ മനോമി. നമ്മൾ പലതവണ മിഠായി തെരുവിൽ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ് അപകടത്തിന് മുൻപും ശേഷവും ഒക്കെയുള്ള സാഹചര്യങ്ങൾ. ഇപ്പോഴുണ്ടായ തീപിടുത്തം അത് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള കെട്ടിടത്തിലാണെങ്കിലും മിഠായി തെരുവ് എത്രത്തോളം ഇനിയും സുരക്ഷിതത്വം കൂട്ടേണ്ട ഒരിടമാണ് എന്ന് ബോധ്യപ്പെടുന്ന എന്തൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് സാനിയോ? അതായത് സുജയ, ഈ ഒരു തീപിടുത്തം ഇന്നലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ ഉണ്ടായപ്പോൾ തന്നെ മിഠായി തെരുവിൽ നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ ഇവയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് വ്യക്തമാകുന്നത്. അതായത് മിഠായി തെരുവിൽ 2007 ആദ്യത്തെ ഒരു തീപിടുത്തം ഉണ്ടാവുന്നത്. അന്ന് 9 പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് പലതവണയായി 15ഓളം തീപിടുത്തങ്ങൾ, ഏറ്റവും അവസാനത്തെ തീപിടുത്തം 2019 ഉണ്ടാകുന്നു. അന്ന് പല മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നു, മാനദണ്ഡങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ ചരക്കുകൾ ഈ വഴികളിൽ ഇറക്കരുത്, പാർക്കിങ്ങിന് കൃത്യമായ സംവിധാനം ഉണ്ടാകണം, ഫയർ ലൈൻ സ്ഥാപിക്കണം, ഈ സ്റ്റെയർ കേസുകളൊക്കെ ഒഴിച്ചിടണം, തിങ്ങി നിറഞ്ഞ് ഒരു ഗോഡൌണുകളും ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല വേസ്റ്റ് പേപ്പറുകൾ, കാർഡ്ബോർഡ് പെട്ടികളടക്കമുള്ള വേസ്റ്റ് പേപ്പറുകൾ വെറുതെ കൂട്ടിയിടരുത് തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങൾ അന്ന് വ്യാപാരികൾ ചിലർ എതിർക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് സഹകരിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ മിഠായി തെരുവിൽ തീപിടുത്തം വലിയ കാര്യമായി ഉണ്ടാകുന്നില്ലെങ്കിൽ കൂടിയും അവിടെ ഇപ്പോഴും ഈ സാഹചര്യങ്ങളൊക്കെയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ സാഹചര്യങ്ങൾ, അതായത് സ്റ്റെയർ കേസിൽ സാധനങ്ങൾ ഇടരുത്, ബ്ലൂ പ്രിന്റ് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഗോഡൌണുകളിൽ സാധനങ്ങൾ കൂട്ടിയിടുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട്. നിഷ്കർഷിച്ചവ ഉറപ്പാക്കിയില്ലെങ്കിൽ, ചരക്കിറക്കത്തിലടക്കം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അടുത്ത അപകടത്തിലേക്ക് ഒരുപക്ഷെ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രത മുന്നറിയിപ്പായിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. മിഠായി തെരുവിൽ നമുക്ക് സുരക്ഷ കൂട്ടണം. അവിടെയുള്ള നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അലംഭാവമുള്ളത് അതെല്ലാം നീക്കുകയും വേണം.